യാത്രയിൽ മാത്രമല്ല, വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ നമുക്ക് ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ നിന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കണ്ടെത്തുന്നൊരു സ്ഥലമാണ് വർക്കല. അപ്പോൾ വർക്കലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബീച്ചസ് പോലെ തന്നെ ഇവിടുത്തെ ഫുഡും ഭയങ്കര ടേസ്റ്റി. കാരണം പ്രത്യേകിച്ചും ഫിഷ്, മീൻ ഭയങ്കര ഫ്രഷായിട്ടാണ് നമുക്ക് വർക്കല കിട്ടുന്നത്. കാരണം എൻ്റെ വീട്ടിൽ വെക്കുന്ന ഫിഷ് കറിക്ക് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നും. അതുപോലെ എനിക്കിഷ്ടപ്പെടുന്നൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്, സ്പൈസ് ബേ എന്നാണ് പേര്. അത് വർക്കല എത്തുന്നതിന് മുമ്പിൽ കല്ലമ്പലം ടു വർക്കല പോകുന്ന വഴിക്ക് ആണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞാലൊന്നും അത് മതിയാകത്തില്ല. എവ്രി വൺ ഷുഡ് കം ഹിയർ, ഹാവ് ദ ഫുഡ് ഫ്രം ഹിയർ. ഇവിടുത്തെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ഫിഷ് സ്പെഷ്യലാണ്, പ്രോൺസ് സ്പെഷ്യലാണ്, പിന്നെ ഇവിടുത്തെ ബിരിയാണി, ഇവിടുത്തെ പൊതിച്ചോറുണ്ട് ഉച്ചയ്ക്ക്. അതൊക്കെ ഭയങ്കര നമുക്ക് നൊസ്റ്റാൾജിക് ഫീലിങ്ങും ഉണ്ട്. അത് മാത്രമല്ല ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കല ബീച്ചസിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ പാലച്ചിറയുള്ള സ്പൈസ് ബേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങിയിരിക്കണം. എന്നിട്ട് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണം. ഈ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആദ്യം നോക്കുന്നത് വൃത്തിയുണ്ടോയെന്നാണ്. ടേസ്റ്റ് അവിടെ നിൽക്കട്ടെ, ഹോട്ടൽ വൃത്തിയുണ്ടോ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയുണ്ടോ, ബാത്റൂം വൃത്തിയുണ്ടോ, കിച്ചൺ നമുക്ക് കയറി പോകാൻ പറ്റില്ല, എന്നാലും കിച്ചൺ വൃത്തിയുണ്ടോ എന്നൊക്കെ. പക്ഷെ സ്പൈസ് ബേയിൽ ഞാൻ വന്നപ്പം എനിക്ക് ആദ്യം എന്നെ ശ്രദ്ധിച്ചത് ഇറ്റ്സ് വെരി ക്ലീൻ. അകത്തും ഇരിക്കാൻ പറ്റും, അതുപോലെ പുറത്തുമുണ്ട്. ആർക്കെങ്കിലും പുറത്തിരുന്ന് കഴിക്കണമെങ്കിൽ പുറത്തിരുന്ന് കഴിക്കാൻ പറ്റും. പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ വന്ന ഉടനെ ജ്യൂസ്, നല്ല ഒരുപാട് ഷേക്സും ജ്യൂസുണ്ട്. ജഗ്ഗഡ് എന്ന് പറയുന്നത് നമുക്ക് കുറേ നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ജ്യൂസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. സ്പൈസ് ബേ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു വർക്കല വരുന്ന എല്ലാവരും ഇവിടെ വന്ന് എത്തിയെങ്കിലും നോക്കണമെന്നൊക്കെ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പിന്നെ പ്രത്യേകം പറയുന്നത് കയറി വന്നോണ്ടേ ഇവിടുത്തെ ഒരു സ്മെല്ലുണ്ട്, അറോമ, ഫുഡിൻ്റെ അറോമ. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയും എൻ്റെ മൂക്കിന് ഭയങ്കര എന്താണ് സെൻസ് കൂടുതലാണെന്ന് പറയും. അതുപോലെ ഇവിടുത്തെ ഫുഡിൻ്റെ സ്മെല്ലിങ്ങനെ വന്നപ്പോൾ തന്നെ ഭയങ്കര നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ദാറ്റ് വാസ് ഓസം. ഇനി പറഞ്ഞ ഫുഡിന് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറയാം.
ഞാൻ ഓർഡർ ചെയ്തത് 2 സ്പെഷ്യൽ ഡിഷസാണ്. അതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഓർഡർ ചെയ്ത് സ്വീറ്റ് പെപ്പർ ഫ്രൈ, നമ്മുടെ കണവ പെപ്പർ ഫ്രൈ. സ്ക്വിഡിനെ കടി കണവ പെപ്പർ ഫ്രൈ എന്നാണ് ഇവിടെ എല്ലാവരും അതിന് പറയുന്നത്. പിന്നെ അതുപോലെ ഫിഷ് തവ ഫ്രൈ, അത് നല്ല കാന്താരി മുളക് ഇട്ട് മാരിനേറ്റ് ചെയ്തത്. ചെമ്പല്ലിയാണ് ഫിഷ് തവ ഫ്രൈ. മസാല എന്ന് വെച്ചാൽ മെയിൻ ഇൻഗ്രീഡിയൻസ് പച്ചമുളകും കാന്താരി മുളകും പച്ചമുളകും അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ സാലഡ്സും കാണിക്കാൻ ഇതൊക്കെയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ചിക്കൻ്റെ ഡിഷുണ്ട്, ബീഫുണ്ട്, നല്ല ചിക്കൻ ബിരിയാണിയുണ്ട്. ദിസ് ഈസ് കണവ പെപ്പർ ഫ്രൈ. യമ്മി. അപ്പം ഈ വഴി പോകുന്ന എല്ലാവരും ഇവിടെ ഇറങ്ങി ഇതെന്തായാലും ടേസ്റ്റ് ചെയ്തിരിക്കണം. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഞാൻ മാത്രമായതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. കൈയിട്ട് വരിയുടെ ആരും പറയത്തൊന്നുമില്ല. വേറെ ആരും എൻ്റെ കൂടെ ഇപ്പോൾ കഴിക്കാനില്ല. അതുകൊണ്ട് അങ്ങനെ സ്പൈസ് ബേയിൽ അടിപൊളിയായിട്ടുള്ള കുറേ ഡിഷസ് ഞാൻ കഴിച്ചു. എൻ്റെ വയറൊക്കെ ഇങ്ങനെ പൊട്ടാറായിരിക്കുകയാണ്. ഇനി ഇതുപോലെ നമുക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് വെച്ച് നല്ല ഹോട്ടലുകൾ കാണുകയാണെങ്കിൽ അവിടെ ഞാൻ എപ്പോൾ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് അവിടുത്തെ ഫുഡിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.